തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു ചെറിയ വത്തക്കയുടെ കഷ്ണം കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ്സാണ് ഉണ്ടാക്കുന്നത്, അതിലേക്കുള്ള അളവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ വത്തക്കയൊക്കെ എടുക്കുക. വത്തക്ക എന്ന് പറഞ്ഞാൽ വാട്ടർമെലൺ ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 നാരങ്ങ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. പിഴിഞ്ഞൊഴിക്കണ്ട, ഇതുപോലെ തൊലിയോട് കൂടി തന്നെ ചേർക്കുക. ഇനി 2 or 3 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർക്കുക. നല്ല എരിവുള്ള മുളകാണെങ്കിൽ കൂടുതൽ ചേർക്കണ്ട കേട്ടോ, ചെറിയൊരു എരിവ് മാത്രമേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ഷുഗർ സിറപ്പാണ് ചേർക്കുന്നത്. ഇപ്പോൾ പഞ്ചസാര വെള്ളം ചേർത്തിട്ട് ഒന്ന് അലിയിച്ചിട്ട് നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കുക. വത്തക്ക നല്ല മധുരമുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മധുരം മതിയല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ചില വത്തക്ക നല്ല മധുരം ഉണ്ടാവും. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഷുഗർ സിറപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക കേട്ടോ, എന്നാലേ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ചേർക്കരുത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർക്കാം. ഇപ്പോൾ തണുപ്പ് വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഐസ് ചേർക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കസ്കസ് കുതിർത്തതും കൂടെ ചേർക്കുന്നുണ്ട്. കസ്കസും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു മധുരവും പുളിപ്പും അതുപോലെ തന്നെ ചെറിയൊരു എരിവും ഒക്കെ ഉള്ള നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ നല്ല തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ആദ്യം തന്നെ നമുക്ക് വത്തക്ക തൊലിയും കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. ഒരുപാട് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ പഞ്ചസാര ചേർക്കുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക. പിന്നെ നമുക്ക് മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വീണ്ടും ചേർത്താൽ മതി. അപ്പോൾ ഞാൻ അളവൊന്നും പറയണില്ല. ഇനി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത് തണുപ്പിച്ചിട്ട് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഐസ് ക്യൂബ്സൊക്കെ നിങ്ങൾക്ക് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഒഴിവാക്കുക. അതിന് പകരം നിങ്ങൾക്ക് വെള്ളം അല്ലെങ്കിൽ കുറച്ച് പാലോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആകുന്ന സമയത്ത് തന്നെ അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടാവും. ഐസത്തെ ഒരു വെള്ളം വത്തക്കയുടെ ഒരു വെള്ളം ഉണ്ടാവും കേട്ടോ. ഇതിലേക്ക് കസ്കസോ അല്ലെങ്കിൽ ചിയ സീഡ്സോ ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയിട്ട് അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനില്ല കേട്ടോ. അപ്പോൾ കസ്കസൊക്കെ ചേർക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. നമ്മൾ പാല് ചേർക്കുന്നേക്കാളും ടേസ്റ്റ് ഇങ്ങനെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് ഇതുപോലൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയാൽ അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുക. അപ്പോൾ നല്ല ചൂടുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. സാധാരണ നിങ്ങൾ വത്തക്ക വെച്ചിട്ട് പല രീതിയിലും ഉണ്ടാക്കാറുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാം. അതിന് വേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ വത്തക്കയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 2 ചെറിയ കഷ്ണം വത്തക്ക വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് അളവിൽ വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്കത് കുരുക്കളൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അതിൻ്റെ കുരുക്കളൊക്കെ അതിൽ നിന്ന് മാറ്റിയാലും മതി കേട്ടോ. നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞതിന് ശേഷം ഇപ്പോൾ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കൊക്കെ വെച്ചിട്ട് ചുരണ്ടി എടുത്താലും മതി. ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് വത്തക്ക കിട്ടണം, അത്രയേ ഉള്ളൂ. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ആ കുരുക്കളൊക്കെ എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു മഞ്ഞ കളറിലുള്ള വത്തക്കയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചുവന്ന കളറുള്ള സാധാരണ വത്തക്കയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, രണ്ടായാലും ടേസ്റ്റ് ഒരുപോലെയാണ്. അപ്പോൾ 2 കഷ്ണം വത്തക്ക എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കാമ്പ് മുഴുവനായിട്ട് തന്നെ എടുക്കുക. അപ്പോൾ ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് വത്തക്ക കഴിക്കാനൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരിക്കും. വത്തക്ക എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ തണ്ണിമത്തനാണ് കേട്ടോ, നമ്മളിതിന് വത്തക്ക എന്നാണ് പറയുക. അപ്പോൾ 2 കഷ്ണം നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. വാട്ടർമെലനാണ്. അപ്പോൾ വത്തക്ക എന്ന് പറഞ്ഞാൽ ചില ഭാഗത്തേക്കൊന്നും ചിലർക്ക് അറിയുണ്ടാവില്ല, തണ്ണിമത്തൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം നമ്മളിതിലെ കുരുക്കളൊക്കെ നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ. മധുരം കൂട്ടിയിട്ടോ കുറച്ചിട്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ടൊന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇതൊരു 4 ഗ്ലാസ്
വെള്ളം ഉണ്ടാക്കാനുള്ള അത്രയും അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വത്തക്കയും ചെറുനാരങ്ങയും പഞ്ചസാരയൊക്കെ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കൂട്ടിയിട്ട് എടുക്കുക. ഇനി ഇത് നല്ല പോലെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കി കുരുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റിയിട്ട്, ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുരുക്കളൊക്കെ മാറ്റിയിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ഈ ഒരു വത്തക്കയുടെ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വത്തക്ക എന്ന് പറയുമ്പോൾ ആർക്കും മനസ്സിലാവാണ്ടിരിക്കണ്ട, നമ്മുടെ തണ്ണിമത്തനാണ്. നല്ല തണുപ്പ് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സും കൂടെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി ഒഴിക്കുന്നത് സോഡയാണ്. സോഡ ഒഴിച്ച ആ ഒരു സമയത്ത് തന്നെ നമുക്കിത് സെർവ് ചെയ്യണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ സെർവ് ചെയ്യുന്ന അതേ സമയം തന്നെ സോഡ ഒഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തണുപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.